ഏറ്റവും ബഹുമാനപ്പെട്ട ഷീനോ സാമച്ചൻ, വർത്തമാന സമാജത്തിന്റെ ഭാരവാഹികൾ, എന്നെ കേൾക്കുന്ന എല്ലാവരും വർത്തമാന സമാജത്തിന്റെ പരീക്ഷയിലേക്ക് ഒരുങ്ങുകയാകുന്നുവല്ലോ. രൂത്തിന്റെയും എസ്തേറിന്റെയും പുസ്തകമാണ് പ്രധാനമായും വേദപുസ്തകത്തിൽ നിന്ന് ഈ വർഷത്തെ പാഠ്യവിഷയമായി പ്രത്യേകിച്ച് വർത്തമാന സമാജത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിലെ 2 സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരിലുള്ള പുസ്തകങ്ങളാകുന്നുവല്ലോ എസ്തേറിന്റെയും രൂത്തിന്റെയും പുസ്തകം. ഏകദേശം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിന്റെയും രൂത്തിന്റെ പുസ്തകത്തിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. എസ്തേറിന്റെ പാഠ്യപദ്ധതിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എസ്തേറിന്റെ പുസ്തകം എല്ലാവരും പല ആവർത്തി വീട്ടിൽ നിന്ന് വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും എസ്തേർ 1 മുതൽ ഏകദേശം 4 അധ്യായം വരെയുള്ള ചാപ്റ്ററുകൾ എല്ലാവരും വായിക്കുകയും പഠിക്കുകയും അഭിവന്യ ദിയോസ്കോറോസിന് എഴുതിയ പുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ വ്യക്തമായി പഠിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ ആദ്യ 4 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അഹശ്വേരോസ് രാജാവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പത്നിയായ വസ്തി രാജ്ഞിയെ പറ്റിയും, വസ്തി രാജ്ഞിക്ക് പ്രകാരമാണ് രാജ്ഞി നഷ്ടമായതെന്നും എസ്തേർ എന്ന് പറയുന്ന യഹൂദ സ്ത്രീ എങ്ങനെയാണ് രാജ്ഞിയായിട്ട് പ്രവേശിക്കുന്നതെന്നും രാജ്ഞിയായി എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നും ഹാമാൻ എങ്ങനെയാണ് ആ രാജധാനിയിൽ മുഖ്യ പദവിയിലേക്ക് എത്തുന്നതെന്നും യഹൂദന്മാർക്കെതിരായി ഹാമാൻ എങ്ങനെയാണ് ഇത്ര ശത്രുത ഉണ്ടാകുന്നതെന്നും അത് മറികടക്കുവാൻ ദൈവാശ്രയത്തിൽ മൊർദെഖായിയും എസ്തേറും യഹൂദജനം മുഴുവനും ഒരുങ്ങുകയും ചെയ്യുന്ന, തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒക്കെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് ദിയോസ്കോറോസിനും എഴുതിയ പുസ്തകത്തിന്റെ 10-ാം അധ്യായം ചാപ്റ്റർ 10 ആണ് പ്രത്യേകമായി നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അതിന് തിരുമേനി എഴുതിയിരിക്കുന്ന കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും എന്നാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 4 പുസ്തകങ്ങളിലാണ് പ്രത്യേകമായിട്ട് ഇസ്രായേൽ അൺമ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? സോറി 4 പുസ്തകങ്ങളിലാണ് ഇസ്രായേൽ ജനതയുടെ എക്സൈൽ, അടിമത്ത കാലഘട്ടം പ്രത്യേകമായി വിവരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ലമന്റേഷൻസ് വിലാപങ്ങൾ, എസ്തേർ, ഇങ്ങനെ 4 പുസ്തകങ്ങളിലാണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ അടിമത്ത കാലഘട്ടം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്തും നാം കാണുന്നുണ്ട് എപ്രകാരമാണ് ഈ ബാബിലോൺ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനം വീഴുന്നതും അതിനുള്ള കാരണങ്ങളൊക്കെയും പ്രധാനമായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ അവസാന ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ മധ്യഭാഗത്തോട്ട് അവസാനം വരെ പ്രത്യേകമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ എക്സൈൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ അടിമത്ത കാലഘട്ടത്തിൽ നാം പഠിക്കുമ്പോൾ, അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും തമ്മിൽ അനവധി സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പ്രത്യേകമായി നമ്മൾ ലിറ്റററി ഫോം ഒക്കെ നോക്കുമ്പോൾ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണെങ്കിലും അതൊരു അന്ത്യകാലഘട്ടത്തെ പറ്റിയൊക്കെ പറയുന്ന പുസ്തകമാണെങ്കിലും നിശ്ചയമായും യഹൂദന്മാരുടെ ആ ബാബിലോൺ അടിമത്ത കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടം വിവരിക്കുന്ന പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. എസ്തറിന്റെ പുസ്തകം ആ ബാബിലോൺ പ്രവാസത്തിന്റെ അവസാന കാലഘട്ടം വിവരിക്കുന്ന പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം. ഈ ഇസ്രായേൽ ജനതയുടെ അടിമത്ത കാലഘട്ടം നാം ഒന്ന് പ്രത്യേകമായി പഠിക്കുമ്പോൾ ചില പ്രത്യേകതകൾ നമുക്ക് നിശ്ചയമായും അവിടെ കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം നമുക്കറിയാം, ദൈവത്തിന്റെ ജനമെന്ന് പേര് എടുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്താൽ അറിയപ്പെട്ടിരുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന നാമമുള്ള വ്യക്തിത്വങ്ങളാണ് അല്ലെങ്കിൽ ജനമാണ് ഇസ്രായേൽ ജനം. അതുകൊണ്ട് തന്നെ ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന വലിയ സമൂഹമാണ്, ജനസമൂഹമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഈ അടിമത്ത കാലഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ബാബിലോൺ രാജാവ് വന്ന് നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേൽ ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് തങ്ങളുടെ ദേശവും തങ്ങളുടെ സ്വത്തുക്കളും തങ്ങളുടെ ഐഡന്റിറ്റിയും അവർക്ക് നഷ്ടമാകുന്നത് പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ഐഡന്റിറ്റി, അവരുടെ ദേശം, അവരുടെ ദേവാലയം, അവരുടെ പേര് പോലും തന്നെ അവർക്ക് മാറ്റപ്പെട്ട് അടിമകൾ, സ്ലേവ്സ് എന്ന രീതിയിലേക്ക് അവർ മാറുന്നതായിട്ട് ഈ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി നമുക്ക് മനസ്സിലാകും.
അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകനും അദ്ദേഹത്തോടെ കൂടെ പിടിച്ചുകൊണ്ട് പോകുന്ന ഹാനനിയ, മീശായേൽ, അസരിയാവിനും ഈ എസ്തറിന്റെ ആദ്യ പേരായ ഹദസയും പിന്നീട് അവർ പേരുകൾ മാറ്റി മറ്റു പേരുകൾ കൊടുക്കുന്നതിന്റെ കാരണം ദേ ലോസ് ദർ ഐഡന്റിറ്റി. അവരുടെ ഇസ്രായേൽ ഐഡന്റിറ്റി മാറ്റുന്നതിന്റെ ഒരു മുഖ്യ കാരണം കൊണ്ടാണ് ഇവിടെ എല്ലാം പേരുകൾ മാറ്റുന്നതെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് മനസ്സിലാകും. ദാനിയേലിന് ബേൽസസർ എന്നും ഹദസ എന്ന് പറയുന്ന ഹെസ്തേറിനെ, ഹദസ എന്ന് പറയുന്നത് എബ്രായ നാമമാണ്, അതിന്റെ പേർഷ്യൻ നാമമാണ്. എസ്തർ എന്ന് പറയുന്നത് അതിന് മുൻ അധ്യായങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഹാനനിയ, മീശായേൽ, അസരിയാബിനും ഇതുപോലുള്ള ബാബിലോൺ അല്ലെങ്കിൽ പേർഷ്യൻ നാമങ്ങൾ നൽകുന്നുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദനഗോ എന്ന് പറയുന്ന പേരാണ് നമുക്ക് കൂടുതൽ പരിചയം. പക്ഷേ അത് അവരുടെ പേർഷ്യൻ നാമങ്ങളാണെന്ന് ആ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി നമുക്ക് മനസ്സിലാകും. ഇസ്രായേലിന്റെ പരദേശവാസകാലം, അടിമത്ത കാലഘട്ടം, അതവർ ദൈവത്തെ മറന്നതിനുള്ള ശിക്ഷയാണ്. നിശ്ചയമായും അവർ ദൈവത്തെ മറക്കുകയും ഇസ്രായേൽ ജനം വലിയ ജനമായി ഈ കനാൻ നാട്ടിലേക്ക് വരികയും അവർ വലിയ ജനമായി മാറുമ്പോൾ അവർ പതുക്കെ പതുക്കെ ദൈവത്തെ മറന്നു പോവുകയും ദൈവത്തെ മറന്നു പോകുന്നതിന് ശിക്ഷയായിട്ടാണ് ഈ അടിമത്ത കാലഘട്ടം ആരംഭിക്കുന്നതെങ്കിലും ഈ അടിമത്ത കാലഘട്ടത്തിൽ അവരായിരിക്കുമ്പോൾ പോലും അവർ ദൈവത്തെ വിളിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും അവരുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരുടെ വിളി കേൾക്കുകയും അവരുടെ അപേക്ഷകൾക്ക് മറുപടി നൽകുകയും പ്രത്യേകമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ വിടുവിക്കുകയും ചെയ്യുന്നതായിട്ട് പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നാം കാണുന്ന പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ദൈവം പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾക്ക് ദൈവം ശിക്ഷിക്കും. പക്ഷെ അതൊരു നമ്മളെ തള്ളിക്കളയുകയോ നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയല്ല. പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ നിശ്ചയമായി നമ്മൾ രക്ഷിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം കൂടിയിരിക്കുകയും ചെയ്യുകയും ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു വലിയ പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകവും എസ്തറിന്റെ പുസ്തകവും. അടിമത്ത ആയിരുന്നുവെങ്കിലും ദൈവം അവരെ ശിക്ഷിക്കുന്നുവെങ്കിലും ദൈവം അവരെ സ്നേഹിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ ദൈവത്തെ അവരെ വിളിക്കുമ്പോൾ അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഈ പുസ്തകങ്ങൾ പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിലും എസ്തറിന്റെ പുസ്തകത്തിലും നാം ചില സാമ്യങ്ങൾ കാണാമെന്ന് പ്രത്യേകമായി മുമ്പേ സൂചിപ്പിച്ചുവല്ലോ. അപ്രകാരം യഹൂദന്മാർക്കെതിരെയും ഈ പുസ്തകങ്ങളിൽ പറയുന്ന പ്രധാന വ്യക്തികൾക്കെതിരെയും ഒട്ടനവധി ശത്രുക്കൾ ഉയർന്നു വരികയും ഇവരെ നശിപ്പിക്കുവാനായിട്ടുള്ള വലിയ സംഘടനകളും ആലോചന നടക്കുന്നതായിട്ട് പ്രത്യേകമായി നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണുവാൻ സാധിക്കും. ദാനിയേലിനെ അല്ലെങ്കിൽ ദാനിയേലിന്റെ കൂടെയുള്ള ശദ്രക്കിനെ, മേശക്കിനെ, അബേദഗോഗിനെയും നശിപ്പിക്കുവാനായിട്ട് കൽദയർ മുൻപോട്ട് വരികയും അവർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ അവർ നമസ്കരിക്കാത്തത് കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുകയും എരിയുന്ന തീച്ചുളയിലേക്ക് അവരെ ഇടുകയും ചെയ്യും. ദാനിയേലിനെയും അതുപോലെ തന്നെ. ദാനിയേൽ ഒരു സുപ്രധാനമായ പദവിയിലേക്ക് ദാര്യാവേശ് രാജാവിന്റെ കാലഘട്ടത്ത് എത്തുന്നുവെങ്കിലും പക്ഷേ പിന്നീട് തൻ ശത്രുക്കൾ അവന്റെ വളർച്ച അസൂയ പോണ്ട മനുഷ്യർ സകല ദേശാധിപതികളും ദാനിയേലിനെതിരെ ഗൂഢാലോചന ഉണ്ടാക്കുകയും ദാനിയേൽ സിംഹകുറിയിലേക്ക് എറിയുകയും ചെയ്യുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. എസ്തറിന്റെ പുസ്തകത്തിൽ അത് ഹാമാൻ എന്ന വ്യക്തിയാണ്. ഈ തീം രണ്ട് പുസ്തകങ്ങളിലും പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹാമാൻ എന്ന വ്യക്തിയാണ് യഹൂദന്മാരുടെ ശത്രുവായിട്ട് ഈ എസ്തറിന്റെ പുസ്തകത്തിൽ പ്രത്യേകമായി കടന്നു വരുന്നത്. എസ്തറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് ഹാമാനെ പറ്റി നാം പ്രത്യേകമായി കാണുകയും ഹാമാന്റെ ശത്രുത്വം ഇസ്രായേലിനത്തോട് എപ്രകാരം ഉണ്ടാകുന്നു എന്ന് പ്രത്യേകമായി നാം കാണുന്നത് എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഹാമാൻ പ്രത്യേകിച്ച് അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തുകയും ഉയർന്ന പദവിയിലേക്ക് എത്തുമ്പോൾ നിശ്ചയമായും എല്ലാവരും തന്നെ ബഹുമാനിക്കണം എന്നുള്ള ഒരു മനോഭാവം അവനുണ്ടാവുകയും അപ്രകാരം രാജാവ് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹാമാനെ എല്ലാവരും കുമ്പിട്ട് നമസ്കരിക്കണമെന്ന് രാജാവ് കൽപ്പനകൾ തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കളോട് ഈ ഹാമാന് ഒരു വലിയ ശത്രുത്വം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തിയും എസ്തറിന്റെ വളർത്തച്ഛനായിരിക്കുന്ന മൊർദെഖായി ഒരിക്കലും ഈ ഹാമാനെ വണങ്ങുവാനോ ഹാമാനെ നമസ്കരിക്കുവാനോ തയ്യാറാകുന്നില്ല. കാരണം മൊർദെഖായി ഒരു തികഞ്ഞ യഹൂദനായതുകൊണ്ട് തന്നെ അതിന് സാധിക്കുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല എന്ന് ഈ പുസ്തകം വളരെ ഭംഗിയായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ സാധിക്കും. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കുകയും 3 ചെറുപ്പക്കാരോട് അതിനെ വണങ്ങുവാനായിട്ട് പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷെ അവർ നിരസിക്കുകയും അവരെ എറിയുന്ന തീച്ചുള്ളിലേക്ക് ഇടുകയും ചെയ്യും. തുടർന്ന് ദാനിയേലിന്റെ കാലഘട്ടം വരുമ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട്.
രാജാവിനെ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ തന്റെ ദൈവത്തെ അല്ലാതെ ഞാൻ ഒന്നിനും നമസ്കരിക്കുകയില്ല എന്ന് ദാനിയേൽ ശക്തമായി പറയുകയും ദാനിയേലിനെ സിംഹക്കുടിയിലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. ഇതേ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഹാമാനും എടുക്കുന്നത്. ഹാമാൻ എടുക്കുന്നത് യഥാർത്ഥമായ വ്യക്തിപൂജയാണ്. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദനഗോമിന്റെയും ആ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു ബിംബത്തെ ഉണ്ടാക്കി നമസ്കരിക്കണമെന്നാണ് പറയുന്നതെങ്കിലും തുടർന്ന് താഴോട്ട് വരുമ്പോൾ ദാനിയേലിന്റെ ആ അവസ്ഥ ആ ജീവിതത്തിലും രാജാവിനെ തന്നെ ദൈവമായിട്ട് കണക്കാക്കുകയും രാജാവിനെ നമസ്കരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അവിടെ ആവശ്യപ്പെടുന്നു. ഹാമാന്റെ ജീവിതം അല്ലെങ്കിൽ മൊർദെഖായിയുടെ സാഹചര്യത്തിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുന്നത്. ഹാമാൻ ഒരു വലിയ വ്യക്തിയായിട്ട് സ്വയം കരുതുകയും അവരെ എല്ലാവരും നമസ്കരിക്കുകയും അവനെ എല്ലാവരും വ്യക്തിപൂജ നടത്തണമെന്ന് അവന് തോന്നുകയും ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തന്നെ തന്നെ ദൈവമാക്കുന്ന ഒരു മനോഭാവമാണ് ഹാമാൻ അവിടെ ഉണ്ടാകുന്നത്. തനിക്ക് ഉയർന്ന പദവി ലഭിക്കുമ്പോൾ, തനിക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുമ്പോൾ നിശ്ചയമായും അതനുസരിച്ച് പെരുമാറാതെ താൻ വലിയ എന്തോ ആണെന്നുള്ള വലിയ ആ ഒരു ഭാവം ഹാമാൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവന്റെ ആ ഒരു വലിയ ഭാവമാണ് ഉണ്ടാകുന്നത് കൊണ്ടാണ് അവനെ തന്നെ ആരാധിക്കണമെന്നും എല്ലാവരും അവനെ നമസ്കരിക്കണമെന്നുള്ള ഒരു വലിയ ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. തന്റെ ഉദ്യോഗത്തിൽ ഉറച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ തന്നെ നമസ്കരിക്കണം, മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം എന്നുള്ള വലിയ ശാഠ്യം ഈ ഹാമാന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ യഹൂദനായിരിക്കുന്ന ആ മൊർദെഖായിക്ക് ഈ ഒരു ചിന്ത നിശ്ചയമായും സ്വീകാര്യമല്ലാതെ വരികയും തന്റെ ദൈവത്തെ അല്ലാതെ യാതൊന്നിനെ നമസ്കരിക്കുകയില്ല എന്ന് പറയുന്ന ആ ചിന്ത മൊർദെഖായിയെ മുറുകെ പിടിക്കുകയും ഹാമാൻ നമസ്കരിക്കുവാനായി മൊർദെഖായി തയ്യാറാകുന്നില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന കൽപ്പനയിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പന തന്നെ അങ്ങനെയാകുന്നുവല്ലോ. തന്റെ ദൈവത്തെ അല്ലാതെ ഈ ഭൂമിയിൽ യാതൊരു ബിംബത്തെയോ യാതൊരു മനുഷ്യനെയോ ഈ കരയിലും കടലിലും ആകാശത്തിലുമുള്ള ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ നമസ്കരിക്കരുത് എന്ന് പറയുന്ന വലിയ കൽപ്പനയാണ് ദൈവം ഒന്നാമതായി തന്നെ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ യഹൂദനായിരുന്ന മൊർദെഖായി ഒരിക്കലും ഈ ഹാമാനെ നമസ്കരിക്കുവാനോ കുമ്പിട്ട് നമസ്കരിക്കുവാനോ തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് ഹാമാന് മൊർദെഖായിയോട് തോന്നുന്ന ഏറ്റവും വലിയ ദേഷ്യത്തിന്റെയും അരിശത്തിന്റെയും ഒക്കെയും ഉള്ള തികഞ്ഞ കാരണം. പക്ഷേ മൊർദെഖായിക്ക് ഹാമാന് ദേഷ്യം തോന്നുന്നത് മൊർദെഖായിയുടെ മാത്രമാണ്. മൊർദെഖായി ഒരു വ്യക്തി മാത്രമാണ് ഹാമാനെ ബഹുമാനിക്കാതിരിക്കുന്നത്. പക്ഷേ എസ്തറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അവിടെ നാം കാണുന്നുണ്ട് എങ്ങനെയാണ് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് യഹൂദ ജനത്തോട് മുഴുവൻ ശത്രുത്വം ഉണ്ടാകുന്നത്. അവിടെ പറയുന്നു, ഈ മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം ശിക്ഷിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവനെ മാത്രം ശകാരിച്ചത് കൊണ്ട് പീഡിപ്പിച്ചത് കൊണ്ട് അതൊരു പുച്ഛമായി, അതൊരു വലിയ സംഭവം അല്ലാതായി തോന്നിയത് കൊണ്ട് തന്നെ അവന്റെ ജാതിയെ മുഴുവനായി നശിപ്പിക്കുവാൻ ഈ ഹാമാൻ പദ്ധതിയിടുകയാണ്. അങ്ങനെയാണ് യഹൂദന്മാരുടെ മുഴുവൻ ശത്രുവായി ഈ മനുഷ്യൻ മാറുന്നത്. നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവരണം. ഒരു നിസ്സാരമായ വ്യക്തി പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ ഈഗോ ക്ലാഷാണ് ഒരു വലിയ ജനതയുടെ നാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, അപ്രകാരമായ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി തയ്യാറാകുന്നതെന്ന് നാം നിശ്ചയമായി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. മെയിൻ കാഫ് എന്ന് പറയുന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജീവചരിത്രമൊക്കെ നാം വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു നിസ്സാരമായ കാര്യം, തന്റെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു യഹൂദനോട് ഉണ്ടാകുന്ന ഒരു ചെറിയ പിണക്കമാണ് ഒരു വലിയ ജനത്തോട് മുഴുവൻ ഉണ്ടാകുന്ന ഒരു വലിയ വിരോധമായി മാറുകയും അവരെ വലിയ നാശത്തിലേക്കൊക്കെ നയിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഒരു വ്യക്തിയോട് തോന്നുന്ന നിസ്സാരമായ ഒരു ദേഷ്യമാണ്. ഇവിടെ അത് തന്നെയാണ് ഈ ഹാമാന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൊർദെഖായിയോട് തോന്നുന്ന ഒരു ചെറിയ നീരസം, അവൻ കാണിക്കുന്ന ചെറിയൊരു വ്യക്തി നീരസമാണ് ഒരു വലിയ ജനതയോട്, ഈ അടിമകളായി പാർക്കുന്ന മനുഷ്യരോട് മുഴുവൻ ദേശത്തിന്റെ അവസ്ഥയിലേക്ക് ഈ ഹാമാൻ മാറ്റിയെടുക്കുന്നത്. അതിന് രാജാവിനെ സ്വാധീനിക്കുകയും രാജാവിന് വലിയ ധനമാണ് ഈ ഹാമാൻ വാഗ്ദാനം ചെയ്യുന്നത്. ഏകദേശം 1000 താലന്ത് വെള്ളിയാണ് ഈ ഹാമാൻ ഈ രാജാവിന്റെ സന്നിധിയിലേക്ക് യഹൂദന്മാരെ കൊല്ലുവാനുള്ള ആജ്ഞ ലഭിക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ കൊണ്ടുവരുന്നത്. എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഈ മനുഷ്യൻ ഉണ്ടാകുന്നത് എന്ന് നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എത്രത്തോളമാണ് ഒരു മനുഷ്യനെ തന്റെ ഈഗോ, ഐ എന്ന കോംപ്ലക്സ് പിടിക്കുമ്പോൾ എപ്രകാരമാണ് മനുഷ്യൻ പെരുമാറുന്നതെന്നും അവന്റെ സ്വബുദ്ധി എപ്രകാരമാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നും ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തിരുമേനി ഈ 10-ാം അധ്യായത്തിന് മുമ്പുള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ട്, തന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ പങ്ക് മുഴുവൻ ഈ ഹാമാൻ ഈ യഹൂദന്മാരുള്ള പക തീർക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട്. പ്രകാരം എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയിലേക്കാണ് ആ മനുഷ്യൻ പോകുന്നതെന്ന് പ്രത്യേകമായി നാം കാണുന്നുണ്ട്. തുടർന്ന് ആ രാജകൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ
മൊർദെഖായും യഹൂദ ജനവും ഏറ്റവും കൂടുതൽ പേടിക്കുകയും തങ്ങൾ നാശത്തിലേക്ക് പോകുന്നുവെന്ന് കാണുമ്പോൾ രട്ടുടുത്ത് ഉപവാസത്തിലേക്ക് അവർ കടക്കുകയും പ്രത്യേകിച്ച് മൊർദെഖായും ഉപവാസത്തിലേക്കൊക്കെയും കടക്കുന്നുവെന്ന് എസ്തേർ കേൾക്കുമ്പോൾ തന്റെ ദാസനായ ഹദ്ദാക്ക് എന്ന് പറയുന്ന ഷണ്ടനെ അവർ മൊർദെഖായുടെ അടുക്കിലേക്ക് അയക്കുകയും ആ വിലാവസ്ത്രമൊക്കെ മാറ്റി ഒരു വിശേഷപ്പെട്ട ഉടുപ്പുകളൊക്കെ ധരിപ്പിക്കുവാനായി ഹദ്ദാക്ക് എന്ന് പറയുന്ന വ്യക്തിയെ മൊർദെഖായുടെ അടുക്കിലേക്ക് എസ്തർ അയക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ തിരിച്ച് അതിനൊന്നും തയ്യാറാകാതെ, അതിനൊന്നും മനസ്സ് വെക്കാതെ തന്റെ ജനവും തന്റെ ജനത്തിന്റെയും രക്ഷ വലിയ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിൽ മാത്രമേ രക്ഷയുണ്ടാവൂ എന്നുള്ള, ദൈവത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വലിയ ചിന്ത അവരെ ഭരിക്കുമ്പോൾ ഉപവാസത്തിലേക്ക് അവർ പോവുകയും എസ്തർ അത് ബന്ധിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ, ഇനി നീ ഇവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ഉദ്ധാരണം ഉണ്ടാവുകയും എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നഷ്ടപ്പെട്ടു പോകും എന്ന് തിരിച്ച് ഹദ്ദാക്കിനോട് ഒരു സന്ദേശം എസ്തേറിന്റെ അടുക്കിലേക്ക് ഈ മൊർദെഖായി കൊടുത്തുവിടുകയാണ്. ഇവിടെ മൊർദെഖായി ഉദ്ദേശിക്കുന്നത്, ഇവിടെ തങ്ങളെ സഹായിക്കുവാൻ എസ്തേർ എന്ന് പറയുന്ന വ്യക്തിക്ക് നിശ്ചയമായും സാധിക്കും. കാരണം ദൈവം ഇടപെട്ടുകൊണ്ട് എസ്തേർ മുഖാന്തരം ഒരു വലിയ നിശ്ചയമായും സാധിക്കുമെന്ന് ഈ മൊർദെഖായിക്ക് തോന്നുകയും അതുകൊണ്ട് തന്നെയാണ് എസ്തേറിനെ പ്രത്യേകിച്ച് ഈ ഒരു വലിയ ദൗത്യത്തിലേക്ക് മൊർദെഖായി ഏൽപ്പിക്കുന്നത്. അവിടെ ശരിക്കും നാം ഈ പുസ്തകം പഠിക്കുമ്പോൾ എസ്തേർ ശരിക്കും നമുക്കറിയാം ഒരു സേഫ് സോണിലാണ്. എസ്തേറിന് പ്രത്യേകമായി യാതൊരു പ്രശ്നങ്ങളോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ രാജകൽപ്പന മുഖാന്തരം ഉണ്ടാകുന്നില്ല. കാരണം അവർ രാജ്ഞിയാണ്. നിശ്ചയമായും അവർ സേഫ് സോണിലാണ്. അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഇതെന്റെ പ്രശ്നമല്ല, ഇത് എന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പ്രത്യേകിച്ച് എസ്തേറിന് പല അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും എസ്തർ കണക്കാക്കുന്നില്ല. എസ്തർ ഇവിടെ ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നത്. കാരണം അവിടെ പറയുന്നുണ്ട്, രാജാവിന് അനുമതി കൂടാതെ രാജ്ഞിക്ക് പോലും തന്റെ സമയമല്ലാത്ത സമയത്ത് അവിടെ എത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ റിസ്ക് ആണ് ഈ എസ്തേർ എടുക്കുന്നത്. തന്റെ ജനങ്ങൾക്ക് വേണ്ടി, തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി, തന്റെ ജീവൻ പോയാൽ പോലും പ്രശ്നമില്ല, തന്റെ കൂടെയുള്ള ജനം രക്ഷപ്പെടണമെന്നുള്ള ആ വലിയ ഉദ്ദേശമാണ് എസ്തേറിനെ ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ ഈ വലിയ ദൗത്യത്തിലേക്ക് എസ്തേർ തുനിഞ്ഞിറങ്ങുന്നത്. രാജാവിന്റെ അടുക്കിലേക്ക് പ്രവേശാനുമതി ഇല്ലാതിരുന്നിട്ടും സമചിത്തതയോടെ അതിനെ നേരിടുകയും അതിനുവേണ്ടി എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ മൊർദെഖായിയോടും യഹൂദ ജനത്തോടും മുഴുവൻ എസ്തേർ അറിയിക്കുകയും അങ്ങനെ എസ്തേറും അവരുടെ ബാല്യക്കാരത്തികളും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എസ്തേർ പ്രത്യേകമായി പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയല്ല. എസ്തേറും അവരുടെ കൂടെ ഉള്ളവരും ഈ ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉപവാസത്തിലേക്ക് സ്വയം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ മാതൃകയാണ്. നമുക്കറിയാം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവകരുണ നിശ്ചയമായും ഉണ്ടാവുകയും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളിലും ദൈവം പ്രതിവിധി നമുക്ക് നൽകും. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധി ചെല്ലുമ്പോൾ നിശ്ചയമായും ഒരു പ്രതിവിധി നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കും എന്നതിന് അത് സംശയമില്ല എന്ന് പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ കാണിച്ചു തരുന്ന ഒരു വേദഭാഗമാണ് ഈ എസ്തേറിന്റെ പുസ്തകം അല്ലെങ്കിൽ ഈ എസ്തേറിന്റെ അനുഭവം എന്ന് പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം അധ്യായത്തിൽ ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല എന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു വലിയ ദൗത്യം, ആ ഒരു വലിയ ബോധ്യമാണ് എസ്തേറിനെയും മൊർദെഖായിയും അവിടെ കൂടെയുള്ള എല്ലാ ജനങ്ങളെയും തനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നിശ്ചയമായും ദൈവകരുണ അവരെ ചുറ്റി വളയുകയും ചെയ്യും എന്നുള്ള ആ വലിയ ബോധ്യം അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് 3 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എസ്തേർ അവരോട് പറയുകയും അതിനുശേഷം രാജാവിന്റെ അടുക്കലേക്ക് എസ്തേർ പോകുവാനായി ഒരുങ്ങുകയും ചെയ്യുന്നത്. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ നാം ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് ബൈബിൾ സൊസൈറ്റി ഒക്കെ ഇറക്കിയ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അല്ലെങ്കിൽ നാം കാണുന്നത് ഒരു ഹീബ്രു ട്രാൻസ്ലേഷന്റെ ഒരു വിവർത്തനമാണ്, അല്ലെങ്കിൽ ഹീബ്രു ട്രാൻസ്ലേഷൻ ആണ് നാം പ്രത്യേകമായി നാം കാണുന്നത്. എന്നാൽ എസ്തേറിന്റെ പുസ്തകം ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ, എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ കുറച്ച് ചാപ്റ്റർ കൂടി കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് NRSV പോലുള്ള ബൈബിൾ പ്രത്യേകിച്ച് നാം കാണിക്കാം. ഇതുപോലുള്ള NRSV പോലുള്ള ബൈബിളിൽ നാം വായിക്കുമ്പോൾ എസ്തേറിന്റെ ഗ്രീക്ക് വേർഷനിൽ ചില അഡീഷണൽ ചാപ്റ്ററുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എസ്തേറിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ അവിടെ നാം പ്രത്യേകമായി പറയുന്നുണ്ട്, എസ്തേറിന്റെ ഒറിജിനൽ പുസ്തകത്തിൽ, നമ്മൾ വേദപുസ്തകത്തിൽ
ദൈവത്തിന്റെ നാമമൊന്നും പ്രത്യേകിച്ച് എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നില്ല. എന്നാൽ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ദൈവത്തിന്റെ പേരുകൾ കൂട്ടിച്ചേർക്കുകയും എസ്തേറിന്റെയും മൊർദെഖായിയുടെയും പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെയും ചെയ്യുന്ന വേദഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രത്യേകമായി എസ്തേറിന്റെ അഡീഷണൽ ചാപ്റ്ററുകൾ കൂട്ടിവെച്ചിരിക്കുന്നത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലാണ്. അപ്പോക്രിഫ എന്ന് പറയുന്ന ഒരു പുസ്തക ശേഖരണമുണ്ട്. തോബിത്ത്, യൂദിത്ത് എന്ന് പറയുന്ന പുസ്തകങ്ങളോട് കൂടി ചേർത്താണ് ഈ എസ്തേറിന്റെ പുസ്തകവും അഡീഷണൽ ചാപ്റ്റർ, എസ്തേറിന്റെ കൂടെയുള്ള അഡീഷണൽ ചാപ്റ്ററുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അപ്പോക്രിഫൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിലാണ്. തോബിത്ത്, യൂദിത്ത് അങ്ങനെ പറയുന്ന കുറച്ച് പുസ്തകങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പുസ്തകത്തിന്റെ ഗണത്തിലാണ് എസ്തേറിന്റെ അഡീഷണൽ ചാപ്റ്ററുകളും ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എസ്തേറിന്റെയും മുമ്പ് പറഞ്ഞതുപോലെ എസ്തേറിന്റെയും മൊർദെഖായിയുടെയും പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ദൈവം എന്ന പദവും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണം ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഈ അധ്യായം അല്ലെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിന് കുറച്ചുകൂടി ഒരു റിലീജിയോസിറ്റി ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ കൂടി പിന്നീട് ഗ്രീക്കിലേക്ക് ഇത് വിവർത്തനം ചെയ്യുമ്പോൾ അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അവിടെ പ്രകാരം എസ്തേർ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എഴുന്നേൽക്കുകയും പ്രത്യേകിച്ച് ആ അഡീഷണൽ ചാപ്റ്ററിൽ നാം കാണുന്നുണ്ട് എസ്തേർ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എഴുന്നേൽക്കുകയും എസ്തേർ രാജധാനിയിലേക്ക് പോകുവാനായി ഒരുങ്ങുകയും ചെയ്യും. അപ്രകാരം തന്റെ രാജവസ്ത്രമൊക്കെയും അണിയുകയും 3 ദിവസത്തെ ഉപവാസത്താലും പ്രാർത്ഥനയാലും വളരെയധികം എസ്തേർ ക്ഷീണിക്കുന്നതായിട്ടും പ്രത്യേകമായിട്ട് അവിടെ കാണുന്നുണ്ട്. രണ്ട് ബാല്യക്കാരത്തെ കൂടി എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുവാനൊരുങ്ങുമ്പോൾ തന്റെ കൂടെ കൂട്ടുന്നുണ്ട്. കാരണം അവർ ക്ഷീണിതയായതുകൊണ്ട് തന്നെ ഒരു ബാല്യക്കാരത്തി അവരെ താങ്ങുകയും മറ്റേ ബാല്യക്കാരത്തി ഈ രാജവസ്ത്രമൊക്കെയും പിടിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ ക്ഷീണിതയാണെങ്കിലും, ഉപവാസത്താലും പ്രാർത്ഥനയാലും അവർ ക്ഷീണിതയാണ് എങ്കിലും ഷി വാസ് റേഡിയന്റ് വിത്ത് പെർഫെക്റ്റ് ബ്യൂട്ടി എന്നാണ് ആ വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. ഷി വാസ് റേഡിയന്റ് വിത്ത് പെർഫെക്റ്റ് ബ്യൂട്ടി. ഇതിന്റെ മൂലഭാഷയിൽ നാം ഒന്ന് പഠിക്കുമ്പോൾ പെർഫെക്റ്റ് ബ്യൂട്ടി അത് എസ്തേറിന്റെ ബാഹ്യമായ സൗന്ദര്യത്തെ പറ്റി പറയുന്ന ഒരു പുസ്തകമല്ല. അവർ ക്ഷീണിതയാണെന്ന് പ്രത്യേകമായി ഇവിടെ കാണുന്നുണ്ട് എങ്കിലും ഷി വാസ് റേഡിയന്റ് വിത്ത് പെർഫെക്റ്റ് ബ്യൂട്ടി അതിന്റെ മൂലഭാഷയിൽ, അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ നാം ഒന്ന് പഠിക്കുമ്പോൾ അവർ ആത്മപ്രകാശം കൊണ്ട് ശോഭിതയായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും ആ സ്ത്രീ, എസ്തേർ എന്ന് പറഞ്ഞ സ്ത്രീ, ആത്മപ്രകാശമുള്ളവളായി, അങ്ങനെ കൂടുതൽ ശോഭയുള്ള വ്യക്തിയായി മാറി എന്ന് ഈ എസ്തേറിന്റെ ഗ്രീക്ക് പുസ്തകത്തിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. കാരണം അഭിമൻ തിരുമേനി എഴുതിയിരിക്കുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേദപുസ്തകമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. കാരണം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അർത്ഥം വളരെ കൂടുതലായി ഈ വേദപുസ്തകത്തിൽ, ഈ അപ്പോക്രിഫൽ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷിലും NRSV പോലുള്ള അല്ലെങ്കിൽ ഓർത്തഡോക്സ് ബൈബിൾ പോലുള്ള പുസ്തകങ്ങളിൽ ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ വലിയ ശക്തി, ആ ഒരു വലിയ സാങ്കത്യം എന്താണെന്ന് ഈ എസ്തേർ തന്റെ ജീവിത മുഖാന്തരം കാണിക്കുന്നുണ്ട്. വലിയ മുഖശോഭയോടുകൂടിയും മുഖപ്രസാദത്തോടുകൂടിയും ആ രാജാവിന്റെ അടുക്കിലേക്ക് എസ്തേർ പോവുകയാണ്. നമുക്കറിയാം 40 ദിവസം സീനായി മലയിൽ ഇരിക്കുമ്പോൾ മോശയുടെ മുഖപ്രകാരം ശോഭിച്ചു എന്ന് നാം കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലും ദാനിയേലും കൂടെയുള്ള ആ 3 ചെറുപ്പക്കാരും ഈ നെബൂഖദ്നേസർ രാജാവിന്റെ രാജകീയ ഭക്ഷണവും മീനും ഒന്നും കഴിക്കാതെ തങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതി മുൻപോട്ട് പോകുമ്പോൾ ഈ രാജാവിന് ഭക്ഷണം കഴിച്ച ആ വ്യക്തിയെക്കാട്ടിലും ശോഭയുള്ളവരായി, മഹത്വമുള്ളവരായി അവരെ അവിടെ കാണുന്നതായിട്ട് പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ആത്മപ്രകാശം എപ്രകാരം നോയമ്പാലും പ്രാർത്ഥനയിലും നമുക്ക് ഉണ്ടാവുകയും ഈ ആത്മപ്രകാശം മുഖാന്തരം രാജാവിന് അവളോട് ദയ തോന്നി എന്നാണ് ആ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് അഡീഷണൽ ചാപ്റ്റേഴ്സ് ഓഫ് എസ്തേറിന്റെ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് എസ്തേർ രാജാവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ പ്രവേശാനുമതി ഇല്ലാതെ ആരെത്തിയാലും അവരെ കൊല്ലണമെന്നാണ് നിയമമുള്ളതെന്ന് നമുക്കറിയാം. 5-ാം അധ്യായത്തിൽ നാം പ്രത്യേകമായി നാം വായിക്കുന്നുണ്ട്. അപ്രകാരം പക്ഷേ എസ്തേറിനെ കാണുമ്പോൾ രാജാവിന് പെട്ടെന്ന് ദയ തോന്നുകയും അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും തന്റെ ആ ദണ്ഡ്, രാജകീയമായ ദണ്ഡ് അവളുടെ അടുക്കിലേക്ക് നീട്ടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ആത്മപ്രകാശം മുഖാന്തരം, അല്ലെങ്കിൽ എസ്തേർ നോയമ്പാലും പ്രാർത്ഥനയാലും ആർജിച്ച ആത്മപ്രകാശം മുഖാന്തരമാണ് ആ ഒരു വലിയ ദയ രാജാവിന് തോന്നിയതെന്ന് എല്ലാ വേദപണ്ഡിതന്മാരും, അല്ലെങ്കിൽ ഈ എസ്തേറിന്റെ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതാണ് അല്ലെങ്കിൽ രാജാവിന് എസ്തേറിനോട് തോന്നിയ ആ വലിയ കരുണയുടെ കാരണം.
ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ വലിയ ശക്തി തന്നെയാണ്. പലപ്പോഴും നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അപ്രകാരമുള്ള ജീവിതത്തിലേക്ക് നാം എടുക്കുമ്പോൾ, നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു വലിയ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്ഷീണിച്ചു പോകും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ മക്കളോട് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നോയമ്പെടുക്കണം ഉപവാസം എടുക്കണം ഒക്കെ പറയുമ്പോൾ നമ്മൾ മക്കളോടും പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് അപ്രകാരം വേണ്ട എന്നൊക്കെയും പലപ്പോഴും പറഞ്ഞ് മക്കളെയൊക്കെ നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എസ്ഥേർ ക്ഷീണിതയായി തോന്നുമെങ്കിലും, പക്ഷേ ആത്മാവിൽ പ്രകാശമുള്ളവളായി, ആത്മാവിൽ ഉണർവുള്ളവളായി അവൾ മാറുകയും, ആ ആത്മപ്രകാശം മുഖാന്തരം രാജാവിന് അവളോട് ദയ തോന്നുന്നതായിട്ട് പ്രത്യേകമായിട്ട് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തിന്റെ പകുതിയോളം ചോദിക്കുവാനായിട്ടാണ് എസ്ഥേറിനോട് രാജാവ് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ പക്ഷേ എസ്ഥേർ വളരെ ബുദ്ധിപരമായി തന്നെ അവിടെ ഇടപെടുകയും രാജാവിനെയും ഹാമാനെയും തന്റെ വിരുന്നിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യും. അപ്രകാരം രണ്ട് വിരുന്നിലേക്കാണ് എസ്ഥേർ രാജാവിനെയും ഹാമാനെയും പ്രത്യേകമായി ക്ഷണിക്കുന്നത്. ആദ്യത്തെ വിരുന്നിൽ പ്രത്യേകമായി നാം കാണുന്നുണ്ട്, എസ്ഥേർ രാജ്ഞി വിരുന്നെടുക്കുകയും രാജാവും ഹാമാനും അവിടെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അവിടെയും ഹാമാൻ മൊർദെഖായി തന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ഹാമാനോട് ദേഷ്യം തോന്നുകയും അദ്ദേഹം വീട്ടിൽ വന്ന്, അവിടെ 5-ാം അധ്യായത്തിൽ അപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹം വീട്ടിൽ വന്ന് തന്നെപ്പറ്റി തന്റെ കൂട്ടുകാരോടും തന്റെ ഭാര്യയോടും വളരെയധികം പൊങ്ങച്ചം പറയുകയും, താൻ ഇങ്ങനെയാണെന്നും എസ്ഥേർ രാജ്ഞി പോലും തന്നെ ബഹുമാനിക്കുന്നുവെന്നും, രാജാവിനെയും എന്നെ മാത്രമേ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചുള്ളൂ എന്നൊക്കെയും വളരെ വീമ്പിളക്കുകയും, പക്ഷെ എന്റെ മനസ്സിന് ശാന്തി വരണമെങ്കിൽ ഈ മൊർദെഖായി എന്ന് പറയുന്ന എന്നെ ബഹുമാനിക്കാത്ത മനുഷ്യനെ കൊല്ലണമെന്ന് പറയുമ്പോൾ, അവന്റെ ഭാര്യയാണ് പ്രത്യേകമായി 50 മുഴമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കുകയും ആ കഴുകുമരത്തിൽ ഈ ഹാമാനെ കൊല്ലുവാനുള്ള ഒരു ആലോചന പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഹാമാന്റെ ഭാര്യയാണെന്ന് നമുക്ക് ഈ വേദഭാഗം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസൂയയും കോപവും നിമിത്തം ഉണ്ടാകുന്ന വിപത്താണ് നിശ്ചയമായും ഇവിടെ പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അസൂയയും കോപവും എപ്രകാരമാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്നും, അപ്രകാരം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ നാശം ഉണ്ടാകുന്നതെന്നും ഈ ഹാമാൻ എന്ന വ്യക്തി മുഖാന്തരം നിശ്ചയമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഹാമാനിൽ മാത്രമല്ല, മുമ്പേ പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇത് വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ദാനിയേലിനെ നശിപ്പിക്കുവാനായി, ദാനിയേലിന്റെ ഉയർച്ച അസൂയ കൊണ്ട ദേശാധിപതികൾ ദാനിയേലിനെ നശിപ്പിക്കുവാനായി ആലോചിക്കുകയും അവനെ സിംഹക്കുടിയിൽ ഇടണമെന്ന് രാജാവിനോട് പറയുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. അതേ പ്രകാരം തന്നെയാണ് ഹാമാനും ഇവിടെ ഒരു വലിയ കഴുകുമരം ഈ മൊർദെഖായിക്കായിട്ട് ഉണ്ടാക്കുന്നത്. അസൂയയും കോപവും മനുഷ്യനെ മതിക്കുമ്പോൾ, അവന്റെ മനസ്സിലേക്ക് അസൂയയും കോപവും അധികമായി വരുമ്പോൾ അത് അവനെ തന്നെ നശിപ്പിക്കുമെന്ന് ഈ വേദഭാഗം വളരെ ഭംഗിയായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ വണങ്ങുകയും ദൈവത്തെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം എങ്ങനെ ഇടപെടും, അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ രക്ഷ ഉണ്ടാകുമെന്ന് ഈ വേദഭാഗം വളരെ ഭംഗിയായി നമ്മൾ സംസാരിക്കുന്നു. എപ്രകാരമാണ് മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി ഹാമാനെ നമസ്കരിക്കാതെ സത്യദൈവമായ ദൈവത്തെ ആരാധിക്കുകയും നൊയമ്പാൽ ഉപവാസത്താലും എപ്രകാരം ദൈവത്തെ വണങ്ങുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് അവർക്ക് രക്ഷയുണ്ടാകുന്നത്, എപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ഈ വേദഭാഗം വളരെ ഭംഗിയായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, രാജാവിന്റെ രാത്രിയിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ തന്റെ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുവാനായിട്ട് തന്റെ ഭൃത്യന്മാരോട് അപേക്ഷിക്കുകയും, അപ്രകാരം ഭൃത്യന്മാർ വായിക്കുമ്പോൾ എസ്ഥേറിന്റെ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ബിഗ്ദാദും സേരസ് എന്ന് പറയുന്ന 2 ഭൃത്യന്മാർ രാജാവിനെ കൊല്ലുവാനായി പദ്ധതി ഇടുകയും ഇത് മൊർദെഖായി അറിയുകയും മൊർദെഖായി ഈ വിവരം എസ്ഥേറിനോട് പറയുകയും എസ്ഥേർ ഇത് മൊർദെഖായി അറിയിച്ചുവെന്ന് രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്യും. രാജാവ് ഈ 2 രാജഭൃത്യന്മാരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ വ്യക്തമായി എഴുതണമെന്നും ആ 2-ാം അധ്യായത്തിൽ രാജാവ് കൽപ്പിക്കുന്നുണ്ട്. അപ്രകാരം തനിക്ക് ഒരു ദിവസം ഉറക്കം വരാതിരിക്കുമ്പോൾ ചുമ്മാതെ ഈ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഈ ഭാഗം കടന്നു വരികയും, അപ്രകാരം ഹാമാന് അല്ലെങ്കിൽ മൊർദെഖായിക്ക് ഞാനൊന്നും കൊടുത്തില്ല എന്നുള്ള വലിയ ചിന്ത രാജാവിനെ ഭരിക്കുമ്പോൾ നിശ്ചയമായും അവനെ വിളിച്ചു വരുത്തുകയും അവനെ ബഹുമാനിക്കുവാനായി കൽപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ദൈവത്തിന്റെ വലിയ കരുതൽ, ഭക്തിയോടുകൂടിയും ദൈവാശ്രയ ബോധത്തോടു കൂടിയും ദൈവത്തെ സമീപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയ ദൈവകരുതൽ ഇവിടെയാണ് നമുക്ക് നിശ്ചയമായി കാണുവാൻ സാധിക്കുന്നത്. മൊർദെഖായിയെ കൊല്ലുവാൻ ആലോചന പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ അപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് ഹാമാൻ ആ സമയം രാജാവിനോട് പറയുവാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ് രാജാവ് ഈ പുസ്തകം വായിക്കുകയും ഈ സംഭവം റീകളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്രകാരം തന്നെ മൊർദെഖായിയെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ഹാമാനോട് തന്നെ ആ മനുഷ്യനെ ആദരിക്കുവാനും അതിന് വേണ്ടുന്ന
ആലോചനകൾ ഒക്കെയും കണ്ടെത്തുവാനും ഒക്കെയും ഹാമാനോട് പറയുന്നുണ്ട്. ഹാമാൻ അപ്രകാരം ചെയ്യുകയും ഹാമാൻ പറയുന്ന മറുപടി ഇപ്രകാരമാണ്: തന്റെ രാജാവിന്റെ വസ്ത്രമാനെ ഉടുപ്പിക്കുകയും അവന്റെ കിരീടം ധരിപ്പിക്കുകയും ഈ ദേശം മുഴുവനും അവന്റെ അവനെ വൃത്താന്തങ്ങൾ അറിയിക്കണമെന്ന് ഈ ഹാമാൻ പ്രത്യേകമായി പറയുന്നുണ്ട്. പിന്നീടാണ് രാജാവ് മൊർദെഖായിയാണ് എത്രത്തോളം ബഹുമാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പിന്നീടാണ് ഹാമാൻ മനസ്സിലാക്കുകയും തല താഴ്ത്തി തലയിൽ കൂടി തുണി ഇട്ടുകൊണ്ട് അവൻ ഈ കൊട്ടാരം വിട്ടുപോയി എന്നാണ് 6-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നിശ്ചയമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതും. ഈ പുസ്തകത്തിൽ, ഈ 10-ാം അധ്യായത്തിൽ ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഈ ഹാമാൻ അവന്റെ കോപവും അവന്റെ ക്രോധവും ഒരു നിസ്സാരമായ ഒരു കാരണം മുഖാന്തരം അവൻ ഉണ്ടാകുന്ന ചില ഈർഷ്യ, അവന്റെ ഈഗോ കോംപ്ലക്സ് മുഖാന്തരം ഉണ്ടാകുന്ന ആ ഒരു വലിയ ചെറിയ പ്രശ്നം മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിശ്ചയമായും ഈ വേദഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിളിക്കുന്നവർക്ക് ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതെന്നും അവരെ എപ്രകാരമാണ് ദൈവം വിടുവിക്കുന്നതെന്നും നൊയമ്പാൽ ഉപവാസത്താലും നിശ്ചയമായും നാം എന്ത് പ്രതിസന്ധി നേരിട്ടാലും ദൈവത്തെ സമീപിച്ചാൽ അവിടെ പ്രതിശാന്തി ഉണ്ടാകുമെന്നും അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും ഈ വേദഭാഗം വളരെ ഭംഗിയായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് എസ്തേറും ഇവിടെ എടുത്തു കാണിക്കുന്നത്. തന്നെയാണ് തനിക്ക് രാജസന്നിധിയിൽ പ്രവേശനമില്ലാതിരുന്നിട്ടും ആ ഒരു അവസ്ഥ പോലും ഇല്ലാതിരുന്നിട്ടും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മപ്രകാശം കൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ രാജാവിന് അവളോട് ദയ തോന്നുകയും അവള് ചോദിക്കുന്ന എന്തും കൊടുക്കുവാനായിട്ട് രാജാവ് തയ്യാറാകുകയും അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എസ്തേർ രാജ്ഞി അവിടെ തന്ത്രപൂർവ്വം തനിക്ക് രാജ്യം വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ തന്ത്രപൂർവ്വം തങ്ങളെ രക്ഷിക്കുവാനുള്ള, ജനങ്ങളെ രക്ഷിക്കുവാനുള്ള പ്ലാൻ അവർ ഉണ്ടാക്കുകയും പതുക്കെ തന്റെ ജനത്തിന് രക്ഷയ്ക്ക് വേണ്ടി മുഴുവനായുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കുകയും അതിന്റെ അവസാനം ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ രാജാവ് കൊല്ലുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എപ്രകാരമാണ് തന്നെ വിളിക്കുന്നവർക്ക് ദൈവം രക്ഷയുണ്ടാക്കുന്നത്. ദൈവം ശിക്ഷിക്കും, നമ്മുടെ പാപങ്ങൾ ദൈവം ശിക്ഷിക്കുമെന്ന സംശയമില്ല. ദൈവം കാരുണ്യവാനാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാം പഠിക്കുകയും വായിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മളെ ശിക്ഷിച്ചാലും ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോവുകയില്ല, അവൻ നമ്മളെ ഒരിക്കലും നാശത്തിലേക്ക് കൈവിടുകയില്ല എന്നുള്ള വലിയ പാഠമാണ് ഈ വേദഭാഗത്തിൽ, പ്രത്യേകിച്ച് എസ്തേറിന്റെ ജീവിതത്തിലും മൊർദെഖായിയുടെ ജീവിതത്തിലും ഈ യഹൂദ ജനത്തിന്റെ അടിമത്തത്തെ കാലഘട്ടത്തിന്റെ മുഴുവൻ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രകാരം ഈ വേദഭാഗത്തിൽ, പ്രത്യേകിച്ച് ഈ 10-ാം അധ്യായത്തിൽ ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങൾ നാം വായിക്കുമ്പോൾ എപ്രകാരമാണ് ഒരു മനുഷ്യന്റെ ഈഗോ അവന്റെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും അതിന് ദൈവത്തെ അറിയുകയും ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനതയെ ദൈവപ്രകാരം രക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ചാപ്റ്റേഴ്സ് ഒക്കെ നാം വായിക്കുമ്പോൾ, മുമ്പ് ഈ അപ്പോക്രിഫൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഡീഷണൽ ചാപ്റ്റേഴ്സ് ഒക്കെ നാം വായിക്കുമ്പോൾ അവരുടെ ആ ഒരു തീഷ്ണത, നോയമ്പിലും പ്രാർത്ഥനയിലും ഉള്ള അവരുടെ തീഷ്ണത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം ദൈവസന്നിധിയിലേക്ക് താഴ്മയോടെ വിനത്തോടെത്തുമ്പോൾ നിശ്ചയമായും നമ്മളെ ദൈവം കരുതുകയും നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുമെന്ന് യാതൊരു സംശയവുമില്ല. അപ്രകാരം എസ്തേറിന്റെ പുസ്തകം വീണ്ടെടുപ്പിൻ്റെതായ ഏറ്റവും വലിയ പുസ്തകമാണല്ലോ. രൂത്തിന്റെയും എസ്തേറിന്റെ പുസ്തകം നമുക്ക് പറയുന്ന ആ ഒരു വലിയ സന്ദേശം വീണ്ടെടുപ്പിന്റെ അധ്യായങ്ങളാകുന്നുവല്ലോ. അപ്രകാരം ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മളെ വീണ്ടെടുക്കുകയും നമ്മുടെ പാപങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുക്കും എന്നുള്ള വലിയ സന്ദേശം ഈ പുസ്തകം നിശ്ചയമായും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്രകാരം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നോയമ്പാലും പ്രാർത്ഥനയാലും ഈ ജീവിതത്തിൽ നിശ്ചയമായി നമുക്കും ആത്മപ്രകാശം ഉണ്ടാകുകയും നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളിലും ദൈവം നമുക്ക് വിടുതൽ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു.